ഹായ് ഹലോ, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാലക്കാട് ഗുണാക്കേവ് വന്നിട്ടുണ്ടായിരുന്നു എന്നല്ല, വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടേക്ക് പോയി, അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. നമ്മൾ വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയി, കാരണം ഇത് വന്നിട്ട് ഏകദേശം 1 മാസം ആവാനായി. ഡിസംബർ 13-നാണ് വന്നത്, പക്ഷെ നമ്മൾ പോകാൻ കുറച്ച് ലേറ്റായി പോയി കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അക്കൂസ് ഉണ്ട്, അക്കൂസിൻ്റെ ശബ്ദം കേൾക്കും. നിങ്ങളൊന്ന് ക്ഷമിക്കണം, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കാണാൻ നന്നായിട്ടുണ്ട് കേട്ടോ, അടിപൊളി സെറ്റിങ്സ്, ഒന്നും പറയാനില്ല. ഇത് സെറ്റ് ചെയ്യുന്നവർക്ക് ആദ്യം ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ക്ലാപ്പ് ചെയ്യാം, ഒരു കൺഗ്രാറ്റ്സ് കൊടുക്കുക കേട്ടോ നമുക്ക്. കാരണം അവരുടെ കഴിവുകളെല്ലാം ഇതിൽ തെളിയിച്ചിട്ടുണ്ട്. ഇതേപോലെ ഓരോ വർഷം എക്സിബിഷൻ വരുമ്പോഴും നമ്മൾ കാണാൻ പോലുണ്ട്. എല്ലാം നമ്മുടെ കണ്ണിങ്ങനെ പുറത്തേക്ക് തള്ളി വരുന്നൊക്കെ പറയില്ല, അതേപോലെ ആയിരിക്കും. അതേപോലെ തന്നെയാണ് ഇതും സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടിക്കറ്റ് ചാർജ് 120 രൂപയാണ്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ സെയിം റേറ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഇങ്ങനെ പോവുകയാണ്. നന്നായി തിരക്കുണ്ട്, പ്രത്യേകിച്ച് ഈവനിങ് ടൈം ആയതുകൊണ്ട് തിരക്കിൻ്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. പിള്ളേർക്കാണെങ്കിലും ഒക്കെ ഇൻട്രസ്റ്റ് ആണല്ലോ. പിള്ളേർ നമുക്കിത് മെയിനായിട്ട് പിള്ളേർ ഒരു സ്വൈരം തന്നെയല്ലേ, പോയി കാണാൻ പറഞ്ഞിട്ട് സ്വൈരം തരാത്തത് കൊണ്ടാണ് നമ്മൾ പോയി കണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ്. അക്കൂസൊക്കെ ഭയങ്കര ജോളിയായിട്ടിരിക്കുകയാണ്. അക്കൂസ് ഇത് എന്താ സംഭവം എന്നുള്ളൊരു എന്താ പറയുക, അവനിത് എന്താണെന്ന് അറിയണില്ലല്ലോ. ഫുൾ അതിൻ്റെ ഉള്ളിൽ പോയപ്പോഴേക്കും ആകെ ലൈറ്റും സെറ്റിങ്സും പിന്നെ ഭയങ്കര ശബ്ദങ്ങളും. അപ്പോൾ അവങ്ങനെ ആകെ അന്തം വിട്ട് നോക്കി എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഉള്ളിലിങ്ങനെ കയറുമ്പോൾ സ്റ്റാർട്ടിങ് തന്നെ കുറച്ചിങ്ങനെ നടന്ന് കാണാനുണ്ട് ഇഷ്ടം പോലെ. എന്താണ് കണ്ടോ, പുറത്തത്തെ ഒരു തിരക്ക് കണ്ടില്ല, എന്താ വണ്ടികൾ നിറഞ്ഞിരിക്കുന്നു. സ്റ്റേഡിയത്തിലാണ് ഇത് ലൊക്കേഷൻ ഉള്ളത്. ഏകദേശം എല്ലാവർക്കും അറിയാം, കാരണം ഇപ്പം തന്നെ ഓൾറെഡി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ഇതിൻ്റെ കാണുന്നുണ്ട്. ഒക്കെ ആ പുല്ലും ചെടികളെല്ലാം ഒറിജിനലല്ല കേട്ടോ, എല്ലാം ആർട്ടിഫിഷ്യലാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനലിനെ വെല്ലുന്ന ടൈപ്പിലാണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. മഞ്ഞുമ്മൽ ബോയ് സിനിമയുടെ ഒരു ഇത് നോക്കുക അല്ലേ, ആ ഒരു സിനിമയിലൂടെയല്ലേ ഇപ്പം ഇതെല്ലാം ഫേമസ് ആയത്. ഇനി ഞാൻ നിങ്ങൾ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പം നിങ്ങൾ തന്നെ ഇതെല്ലാം ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതേപോലെ നമ്മുടെ ചാനൽ പുതിയതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടോളൂ. നോക്കി ഇറങ്ങട്ടെ ശ്രീകുട്ടി. நம்ம கவர்மெண்ட் ரெக்கார்ட்ல மட்டும் இது வரைக்கும் 13 உதவிருக்காங்க. என்னால ஒண்ணும் முடியாதா, சாத்தாட முடியுதா? அவரை ഇവിടെ കളഞ്ഞിട്ട് നിങ്ങൾ പറയുന്നത് അവരില്ലാതെ ഞങ്ങൾ ഹാപ്പി പോകും. നോക്കിയിറങ്ങിട്ട് ശ്രീകുട്ടി മാം എടുക്കണ ചാച്ചിന്റെ കൊടുക്കുന്നീനെ, ചാച്ചിന്റെ കൊടുക്കാൻ പിള്ളേർ നടക്കാൻ പറ്റും. அப்புறம் கமல் சார் இங்க வந்து படம் எடுத்து விட்ட பிறகுதான் குணக்கேவன் ஆச்சு. ஏன் பயப்படுறீங்க? நீங்க யாரும் என்ன பண்ணீங்களா? முன்னால முடியல. என்ன சார் இப்படி கேட்கிறீங்க? உள்ள விளையாடி செத்துமா? கவர்மெண்ட்ல டெட் சைட் கூட கிடைக்காது. பிள்ளைகளை நடத்தது போனீங்க. ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത വൃത്തി ഉണ്ടാവില്ല. குடியில விழுந்தவனை காப்பாத்துறது உங்களுக்கு அது ஒரு வேலை, ஆனா அவருக்கு அப்படி இல்லை சார். தம்பி யோசிச்சு தானே பேசுறேன், அப்புறம் உன் உயிருக்கு ஆபத்தாயிரு. നീ ഞാനില്ലേ അതെയും താണ്ടി போட்டு
அதை எழுதணும்னு உட்காந்தா எழுத்துதான் வார்த்தை. என்ன சார் இப்படி கேட்குறீங்க? உள்ள விழுந்து செத்து போனோம். கவர்மெண்ட்ல டெத் சர்டிஃபிகேட் கிடைக்காது சார். பிள்ளை விட்டு நடத்திட்டு வந்துடுவாங்க. ஏற்கனவே ஒருத்தர் உள்ளுக்குள்ள உயிர் நிப்பாடி இருக்கிறாங்க. ஒன்று உள்ளுக்குள்ள எங்கிட்ட நான் ரெஸ்ட் எடுத்துச்சாரு. ஓகே நினைச்சு பார்க்கும்போது கவிதை மனதில் அதிகமாக போட்டுது. ஆனால் அதை எழுதணும்னு உட்காந்தா எழுத்துதான் வார்த்தை. கவிதை கவிதை என்ன சார் இப்படி கேட்குறீங்க? உள்ளே விழுந்து செத்து போனா கவர்மெண்ட்ல டெத் சர்டிஃபிகேட் கிடைக்காது சார். பிள்ளை ஊட்டில நடத்திட்டு வந்துருவாங்க. ஏற்கனவே ஒருத்தர் உள்ளுக்குள்ள உயிர் நிப்பாடி இருக்கிறாங்க. ഇവിടെ എത്തിയപ്പോ പോപ്കോണിന്റെ മണം വരുന്നു.
ജീവാത്മാക്കളെ നേരിട്ട് കാണാം. നിഗൂഢ രഹസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഗോസ്റ്റ് ഹൗസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പ്രേതാത്മാക്കളുടെ ലോകം, ഗോസ്റ്റ് ഹൗസ്. ശാസ്ത്രലോകത്തിനും ഇനിയും കണ്ടെത്താനാവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ജീവിതത്തിനപ്പുറത്തുള്ള വല്ലാത്ത കോസ്റ്റായി. അയ്യോ, കണ്ടു കാണാനില്ല. പേടിക്കണ്ട കേട്ടാ, വെറുതെയാണ്. ചേച്ചി